इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है। പുതിയ വല്ലതും കിട്ടിയോ? എന്ത്? അതല്ലടാ, പുതിയ പാട്ട് വല്ലതും കിട്ടിയോ? ലാസ്റ്റ് അവർ എന്തെങ്കിലും എടുത്താണോ? സിനാസന്മ കേട്ടിട്ടുണ്ടല്ലോ ഒരുപ്പത്ത്. എന്റെ അമ്മോ, ദാ വരണ്ട് 2 പൂച്ചകൾ. ഒക്കെ സഹിച്ച ഷിനാസിനെ രമോ എന്തൊരു ചേഞ്ചല്ലേ. ഫസ്റ്റ് ഇയർ വന്നപ്പോ ഷിനാസിന്റെ കോലം കാണണ്ടേ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. എന്തൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെ അങ്ങനെ ഒഴിവാക്കട്ടെ, ഇനി സമയം എടുക്കണ്ടേ. ഒരവർ മുത്തേ. അതുപോലെ ലാസ്റ്റ് അവർ എന്തായിരുന്നു? ഒരു രക്ഷയില്ലാത്ത ഉറക്കാനും ലാസ്റ്റ് ഒരു DS ടാ, കുറച്ച് നോട്ട് മതി. എന്താ ടൈമിങ്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ. കാണാൻ റൊമാൻറ്റിക് ലുക്ക് ഉണ്ടെങ്കിലും ആള് പൈങ്കിളി കാമുകനല്ല കേട്ടോ, കട്ട ബുജിയാണ്. എന്താടാ അത് നാളത്തേക്ക് ഒരു അസൈൻമെന്റ് കിട്ടും. നാളെ അസൈൻമെന്റ് വെക്കാൻ പറ്റും. ഉണ്ടാ എന്താ നമ്പർ എന്റെ കയ്യിലുണ്ടോ? ഇല്ലടാ. ബസ്സിലെ ഞാൻ പോകട്ടോ.
ഈടായിട്ട് പൈസ ചുട്ട മെസ്സേജിങ് ആണ്. എന്താ മെസ്സേജ് ചൂടെ അതല്ലടാ 9 to 10 വരെ ചുട്ട ചാറ്റിങ് ആണ്. അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളൊന്നും ഹൗസ് ഹൗസ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ തമാശ കുടിച്ചു. അതാരും ഞങ്ങളറിയാത്തൊരു ഫ്രണ്ട്. അതൊന്നുമില്ലടാ. അതുപോലെ ഇതിനോട് ഞാൻ പ്രവേശിച്ചില്ലായിരുന്നു. കോളേജിലാ അല്ല പിന്നെ ഇത് മിക്കവാറും പറ്റിക്കാൻ ചെയ്തിരിക്കടാ. അല്ലടാ, അത് ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞു. പറ്റിക്കുകയാണെങ്കിൽ 1-2 ദിവസം, അത് കഴിഞ്ഞാൽ അറിയില്ലേ. എപ്പോഴും വിളിച്ചിട്ടാ. അപ്പൊ പിന്നെ തനിക്കെന്താ ഉറപ്പ്? അല്ലടാ, മെസ്സേജുകൾ സ്റ്റിച്ച് ചെയ്യാം. എന്നാലോ അവളോടൊന്ന് വിളിക്കാൻ പറ. നോക്കാലോ പറ്റിക്കണമെന്ന്. ഇത് അവർക്ക് വിളിക്കാൻ പറ്റുന്ന നാളെ ഈവനിങ് വിളിക്കാം. എടുത്തു കൊടുക്കണ മൊബൈല്. വലിയ ആൾക്കാര് നമ്മള് റോക്ക് റോക്ക് ഹായ് ഫ്രണ്ട്സ്, ഇത് ചീറ്റിംഗ് ഒന്നും അല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ? അല്ല, എനിക്ക് ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഈ പാട്ട് സിറ്റുവേഷൻ ഒറ്റ യോജിക്കൂല. ഒന്ന് പോടൂ. സോറി ബോസേ, അറിയാണ്ട് വന്നാണ്. ഓക്കെ, വിളിക്കാം. എടാ, നമ്മളെ ചെക്ക് കണ്ടോക്കാത്ത പാട്ട് വെച്ചേ. എടാ, വിനീതിന്റെ പടത്തിൽ പാട്ട് വെക്കണം. പൈസ റേറ്റ് വേണം മോനെ. നിലനെ കിട്ടടാ അവരെ CV. അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടായെന്നാ? പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ചു കൂടിക്കൂടി വന്നു. ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. എന്തൊറക്ക വരാൻ പറയട്ടെ. സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞെടുത്തോ?
അല്ല ഫൈസല പ്രശ്നം ആവുന്നില്ലോ എന്താ പ്രശ്നം? അതൊരു ഗെയിം ഓറല്ലടാ. എന്ത് ഗെയിം? പൈസ ഫസ്റ്റ് ലാസ്റ്റ് ടെസ്റ്റ് ഇട്ടാലോ? എടാ ഷിനാസ നീയാണ് മെസ്സേജ് ഭയങ്കര ഇവനെ കൊണ്ടോട്ടെ. എടാ ഹിനാനല്ലേ അതില് ഫസ്റ്റില് എസ് ലാസ്റ്റ് എസ് കിട്ടണമെങ്കിൽ എന്താവും? പൈസനോട് നീ ചെയ്യരുത്. എടുത്തില്ലേ ചെങ്ങ എപ്പൊ പഠിത്തം വെച്ച് നടക്കുന്നുണ്ട്. കുറച്ചടിയേക്കുന്ന ഒരു കളി കളിക്കണം. ഇപ്പൊ ചാൻസ് കിട്ടി. അന്ന് വിളിച്ചത് അപ്പൊ അതല്ല ട്വിസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, ഒന്നുമല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ? അല്ല, എനിക്ക് ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. സമ്മതിച്ചു മോനെ. അല്ല പൈസനോട് ചെയ്യരുത്. പോണെ പിന്നെ ആയിരിക്കും അജ്മഞ്ഞ് വച്ചിക്കണ്ടേ ബെസ്റ്റ്. എന്താ പ്രശ്നം? എടാ ഷിനാസായിരുന്നു. എന്താ ഇതിനൊക്കെ ഇങ്ങനെ ആവാൻ പറ്റും? ഓനെ തമാശ ചെയ്തില്ലേ? ഇതാണോ തമാശ? എടാ അവളെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആറു മാസത്തെ കാലയളവ്. മറ്റാരിലും വലിയ മാറ്റമുണ്ടാക്കിയില്ലെങ്കിലും ഷിനാസിന് അതൊരു മാറ്റം തന്നെയായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാം വന്നാലും പ്രേമം വന്നാലും ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എക്സാമിൻ്റെ ടൈം എന്തായാലും ആയിട്ടില്ല. അപ്പം പിന്നെ ഷിനാസിന് എന്തിനാ ഇത്ര ടെൻഷൻ? പ്രേമം തന്നെ. അവളെ കണ്ടോ? ക്യാൻറ്റീനില്ല. ഹലോ, എവിടെ? ക്യാൻറ്റീനില്ല. വീട്ടിൽ പറഞ്ഞോ? ഉമ്മ എന്ത് പറഞ്ഞോ? ഇപ്പൊ വരാ.